ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ? ഏത് കാർ വേണം? ഒരു കാർ വാങ്ങാൻ പോകുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, മാനുവൽ എടുക്കണോ അതോ ഓട്ടോമാറ്റിക് കാറാണോ നല്ലത്? കാരണം ഷോറൂമിൽ പോയാൽ സെയിൽസ് എക്സിക്യൂട്ടീവ്സ് പറയും, സർ ഓട്ടോമാറ്റിക് എടുത്തോളൂ, ഫ്യൂച്ചർ ഓട്ടോമാറ്റിക് ആണ്. പക്ഷെ വീട്ടിൽ പോയാൽ ഫാമിലി എല്ലാവരും പറയും മാനുവൽ തന്നെയാണ് ബെസ്റ്റ്, കൺട്രോൾ കൂടുതലാണ്, മെയിൻ്റനൻസ് കുറവാണ്. അപ്പോൾ നമ്മൾ വീണ്ടും കൺഫ്യൂഷനിലാവും. മാത്രമല്ല ഡെയിലി ട്രാഫിക്കിൽ ഡ്രൈവ് ചെയ്യുന്നവർക്ക് ഏതാണ് ഈസി, മൈലേജ് ഏതാണ് കൂടുതൽ, മെയിൻ്റനൻസ് ചെലവ് ഏതാണ് കുറവ്? പത്ത് വർഷം കഴിഞ്ഞാലും ടെൻഷൻ ഇല്ലാതെ ഉപയോഗിക്കാൻ ഏതായിരിക്കും ബെസ്റ്റ്? ഫസ്റ്റ് ടൈം കാർ വാങ്ങുമ്പോൾ ഏത് തിരഞ്ഞെടുക്കണം? സോ ഇന്ന് ഇതെല്ലാം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നോക്കാം. വീഡിയോ അവസാനം വരെ കാണുമ്പോൾ നിങ്ങൾക്ക് മാനുവൽ ആണോ ഓട്ടോമാറ്റിക് ആണോ വാങ്ങേണ്ടത് എന്നുള്ള കാര്യത്തിൽ ക്ലാരിറ്റി കിട്ടും. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ അവസാനം വരെ കാണും. വെൽക്കം ടു യെറ്റ് അനദർ വീഡിയോ ഓഫ് ബോസ്വാല ഡെയിലി മലയാളം യൂട്യൂബ് ചാനൽ. ഹായ് മച്ചേ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഓട്ടോമാറ്റിക് കാർ എന്ന് പറയുന്നത് ഒരു ലക്ഷറി ആയിരുന്നു. ഓട്ടോമാറ്റിക് എന്ന് കേട്ട് കഴിഞ്ഞാൽ BMW, ഓഡി, മെഴ്സിഡീസ് പോലെയുള്ള കാറുകളാണ് ആളുകൾക്ക് ഓർമ്മ വരുന്നത്. പക്ഷെ ഇന്ന് അതിന്റെ സ്ഥിതിയൊക്കെ മാറി. ഇപ്പൊ മാരുതി, ഹ്യുണ്ടായി, ടാറ്റ, മഹീന്ദ്ര, ഹോണ്ട മിക്ക കമ്പനികൾക്കും ഓട്ടോമാറ്റിക് വേരിയൻസ് വരുന്നുണ്ട്. കാരണം ട്രാഫിക്. ഇന്ന് എവിടെയാണെങ്കിലും ബാംഗ്ലൂർ, കൊച്ചി, ചെന്നൈ, ഹൈദരാബാദ് എല്ലാ സ്ഥലങ്ങളിലും വൻ ട്രാഫിക് ആണ്. 5 കിലോമീറ്റർ പോകാൻ പോലും ചിലപ്പോൾ 30 മുതൽ 45 മിനിറ്റ് വരെ എടുക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ക്ലച്ച് പിടിച്ച് ഡ്രൈവ് ചെയ്യാന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ അതേസമയം ഓട്ടോമാറ്റിക് കാർ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ചിലർ പറയും മൈലേജ് കുറവാണ്, റിപ്പയർ വന്ന പണി കിട്ടും, മാനുവൽ തന്നെയാണ് റിയൽ ഡ്രൈവിംഗ് ഫീൽ കിട്ടുന്നത്. സോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ശരിക്കും യഥാർത്ഥ സത്യം എന്താണ്? അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് മാനുവലും ഓട്ടോമാറ്റിക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. മാനുവൽ കാർ ഓടിച്ചവർക്ക് അറിയാം, അവിടെ 3 പെഡൽസ് ആണുള്ളത്: ആക്സിലറേറ്റർ, ബ്രേക്ക്, ക്ലച്ച്. ഗിയർ മാറ്റുന്നത് ഡ്രൈവർ തന്നെയാണ്. എപ്പോൾ ഫസ്റ്റ് ഗിയർ ഇടണം, എപ്പോൾ സെക്കൻഡ് ഗിയർ ഇടണം, എപ്പോൾ ഡൗൺ ഷിഫ്റ്റ് ഇടണം, എപ്പോൾ അപ്പ് ഷിഫ്റ്റ് ഇടണം എല്ലാം ഡ്രൈവർ തീരുമാനിക്കും. അതായത് കാറിന്റെ മുഴുവൻ കൺട്രോള് ഡ്രൈവറിന്റെ കയ്യിലായിരിക്കും. പക്ഷെ ഓട്ടോമാറ്റിക്കിൽ ഈ ഒരു സീൻ വേറെയാണ്. ക്ലച്ച് പെഡൽ ഇല്ല, ബ്രേക്കും ആക്സിലറേറ്ററും മാത്രമേ ഉള്ളൂ. ഗിയർ ചേഞ്ച് ചെയ്യുന്നത് കാർ തന്നെയാണ്. സോ നമ്മൾ സ്റ്റിയറിംഗ് നോക്കി ഡ്രൈവ് ചെയ്താൽ മാത്രം മതി. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാനുവൽ കാർ ഒരു DSLR ക്യാമറ പോലെയാണ്, ഓട്ടോമാറ്റിക് കാർ ഒരു സ്മാർട്ട് ഫോൺ ക്യാമറ പോലെയും. 2 ഫോട്ടോ എടുക്കും, പക്ഷെ ഒന്നിലെ കൺട്രോൾ കൂടുതലായിരിക്കും, മറ്റൊന്നിലെ കൺവീനിയൻസ് ആയിരിക്കും കൂടുതൽ. ഇനി നമുക്ക് സിറ്റി ട്രാഫിക്കിൽ ഏതാണ് ബെസ്റ്റ് എന്നുള്ള കാര്യം നോക്കാം. നമ്മൾ നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ട്രാഫിക്. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. രാവിലെ ഇപ്പം ഓഫീസിൽ പോകാൻ ഇറങ്ങുകയാണ്. ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ ഡിസ്റ്റൻസ് വെറും 8 കിലോമീറ്റർ. പക്ഷെ ട്രാഫിക് കാരണം അവിടെ എത്താൻ എടുക്കുന്നത് 45 മിനിറ്റ് ആണ്. മാനുവൽ കാർ ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ക്ലച്ച്, ഫസ്റ്റ് ഗിയർ, ബ്രേക്ക്, വീണ്ടും ക്ലച്ച്, വീണ്ടും ഫസ്റ്റ് ഗിയർ, വീണ്ടും ബ്രേക്ക്, ഇങ്ങനെ റിപ്പീറ്റ്. 1 മണിക്കൂർ ട്രാഫിക്കിൽ നിന്നാൽ തന്നെ നമ്മുടെ ബോഡി ടയർഡ് ആവും. പ്രത്യേകിച്ച് ലെഫ്റ്റ് ലെഗ്. പലർക്കും ക്ലച്ച് പെഡൽ ഉപയോഗിച്ച് കാലിന് വേദന വരാറുണ്ട്. നല്ല ട്രാഫിക് ഉള്ള ഒരു സ്ഥലമൊക്കെ ആണെങ്കിൽ മാനുവൽ ഡ്രൈവ് ചെയ്യുന്നത് തന്നെ ഒരു വർക്ക്ഔട്ട് പോലെയാണ്. പക്ഷെ ഓട്ടോമാറ്റിക്കലി വരുന്ന സമയത്ത് ഡ്രൈവ് മോഡിൽ ഇട്ടാൽ മതി, കാർ താനെ മൂവ് ചെയ്തോളും. സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ബ്രേക്ക് ഇടാം, മൂവ് ചെയ്യണമെങ്കിൽ ആക്സിലറേറ്റർ. ഗിയർ മാറ്റുന്ന ടെൻഷൻ വരുന്നേ ഇല്ല. കൂടാതെ എഞ്ചിൻ ഓഫ് ആവുമോ എന്നുള്ള ടെൻഷനും ഇല്ല. ഡ്രൈവർക്ക് സ്ട്രെസ്സും കുറയും, ഡ്രൈവിംഗ് കൂടുതൽ റിലാക്സ്ഡും ആവും. അതുകൊണ്ട് ഡെയിലി സിറ്റി ട്രാഫിക് ഫേസ് ചെയ്യുന്ന വരുന്ന ആളുകൾക്ക് ഈ ഓട്ടോമാറ്റിക് കാർ എന്ന് പറയുന്ന ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. പക്ഷെ ഇതുകൊണ്ട് മാനുവൽ മോശമാണോ? ഒരിക്കലും അല്ല. മാനുവലിന് ഇന്നും വലിയ ഫാൻ ബേസ് ഉണ്ട്. ഡ്രൈവിംഗ് എൻജോയ് ചെയ്യുന്ന ആളുകൾക്ക് മാനുവൽ ഇപ്പോഴും സ്പെഷ്യലാണ്. ഫോർ എക്സാമ്പിൾ മൂന്നാർ, വയനാട്, ഊട്ടി എല്ലാം ട്രിപ്പ് പോവാന്ന് കരുതാം. നല്ല ഗട്ടുള്ള റോഡ്, കേർവി ആയിട്ടുള്ള റോഡ്, ഹൈവേ സ്ട്രെച്ചസ്, ഇങ്ങനെയുള്ള സമയത്തൊക്കെ മാനുവൽ കാർ കൊടുക്കുന്ന ഒരു ഫീൽ വേറെയാണ്. ഗിയർ ഡൗൺ ചെയ്ത് ഓവർടേക്ക് ചെയ്യുന്നത്, എഞ്ചിൻ പവർ കൺട്രോൾ ചെയ്യുന്നത്, ഹില്ലൊക്കെ ക്ലൈംബ് ചെയ്യുന്ന സമയത്ത് ഗിയർ സെലക്ട് ചെയ്യുന്നത്, ഇതെല്ലാം ഡ്രൈവിംഗ് എൻതൂസിയസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വളരെ സന്തോഷമായിട്ടുള്ള ഒരു ഫീല് തരുന്ന ഒരു കാര്യമാണ്. കാരണം അവർക്ക് ഡെസ്റ്റിനേഷൻ മാത്രമല്ല, അവർക്ക് ജേർണി എൻജോയ് ചെയ്യണം. അതുകൊണ്ടാണ് പല കാർ ലവേഴ്സും ഇന്നും മാനുവൽ കാർ തന്നെ പ്രിഫർ ചെയ്യുന്നത്. ഇനി പലരും കേൾക്കുന്ന ചില പേരുണ്ട്: AMT, CVT, ടോർക്ക് കൺവേർട്ടർ, DCT. ഇതൊക്കെ എന്താണ്? AMT എന്ന് വെച്ചാൽ ബഡ്ജറ്റ് ഓട്ടോമാറ്റിക്. വില കുറവ്, മൈലേജും നല്ലതായിരിക്കും, മെയിൻ്റനൻസും കുറവായിരിക്കും. പക്ഷെ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെറിയ ജേർക്ക് ഫീൽ ചെയ്യാം. CVT എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആയിരിക്കും, ട്രാഫിക്കിൽ ഡ്രൈവ് ചെയ്യാൻ അടിപൊളിയാണ്. DCT ഇസ് പെർഫോമൻസ് കിങ്. ഗിയർ ചേഞ്ച് സ്പീഡിൽ നടക്കും, ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് അടിപൊളിയാണ്, പക്ഷെ മെയിൻ്റനൻസ് ചെലവ് ചിലപ്പോൾ കൂടുതലായിരിക്കാം. ടോർക്ക് കൺവേർട്ടർ എന്ന് പറയുന്നത് പഴയതും വിശ്വസനീയമായിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. അതായത് കൂടുതൽ ആളുകൾ റിലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. അതുകൊണ്ട് ഓട്ടോമാറ്റിക് വാങ്ങുന്ന സമയത്ത് ഗിയർ ബോക്സിന്റെ ടൈപ്പും കൂടെ നിങ്ങൾ നോക്കണം. ഇനി നമുക്ക് പ്രൈസ് ഡിഫറൻസ് നോക്കാം. ബഡ്ജറ്റ്. കാരണം കാർ വാങ്ങുമ്പം
പണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഒരു മാനുവൽ കാർ, ഒരു മാനുവൽ വേരിയന്റിന് 8 ലക്ഷമാണെന്ന് കരുതുക. അതേ മോഡലിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റിന് 8.75 ലക്ഷം ആയിരിക്കും, അല്ലെങ്കിൽ 9 ലക്ഷം ആയിരിക്കും. അതായത് 50,000 രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെ എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നേക്കാം. അപ്പോൾ ഒരു പ്രശ്നം വരും, ആ എക്സ്ട്രാ മണി കൊടുക്കുന്നത് ശരിക്കും വർത്ത് ആണോ എന്ന്. അതിന്റെ ഉത്തരം നിങ്ങളുടെ യൂസേജ് അനുസരിച്ചാണ് ആക്ച്വലി വരുന്നത്. കാരണം നിങ്ങൾ മാസത്തിൽ 1-2 തവണ മാത്രം കാർ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കിന്റെ ആവശ്യം വരുന്നില്ല. പക്ഷെ ദിവസവും ട്രാഫിക്കിൽ ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ഒരു എക്സ്ട്രാ എമൗണ്ട് നിങ്ങളുടെ കംഫർട്ടായി തന്നെ തിരികെ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് ഷോറൂമിൽ പോകുന്നതിന് മുൻപ് നിങ്ങളുടെ യൂസേജ് പാറ്റേൺ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇനി ഇന്ത്യൻസിന്റെ ഫേവറേറ്റ് ടോപ്പിക്, മൈലേജ്. കാരണം കാർ വാങ്ങുമ്പോൾ എല്ലാവരും ആദ്യം ചോദിക്കുന്നത് മൈലേജ് എത്രയാണെന്നാണ്. പലരും ഇന്നും വിശ്വസിക്കുന്നത് ഓട്ടോമാറ്റിക്കിന് മൈലേജ് കുറവാണെന്നാണ്. സത്യത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അത് ശരിയായിരുന്നു. പക്ഷേ ടെക്നോളജി ഇപ്പോൾ വളരെയധികം മാറിയിട്ടുണ്ട്. ഇന്നത്തെ AMT, CVT, ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സുകൾക്കൊക്കെ നല്ല എഫിഷ്യൻസി ഉണ്ട്. പലപ്പോഴും മാനുവലും ഓട്ടോമാറ്റിക്കും തമ്മിലുള്ള മൈലേജിന്റെ ഡിഫറൻസ് വളരെ കുറവാണ് ഇന്നത്തെ കാലത്ത്. ചിലപ്പോൾ 1 അല്ലെങ്കിൽ 2 km/h ഒക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് മൈലേജ് മാത്രം നോക്കി ഡിസിഷൻ എടുക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു എന്ന് പറയുന്നത്. ഡ്രൈവിംഗ് സ്റ്റൈലാണ് നിങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. സ്മൂത്ത് ഡ്രൈവിംഗ് ആണെങ്കിൽ രണ്ടിലും നല്ല മൈലേജ് കിട്ടും. ഇനി നമുക്ക് മെയിൻ്റനൻസിന്റെ കാര്യം നോക്കാം. ഇവിടെയാണ് മാനുവൽ ഇപ്പോഴും സ്കോർ ചെയ്യുന്നത്. കാരണം മാനുവൽ ഗിയർ ബോക്സ് വളരെ സിമ്പിൾ മെക്കാനിസം ആണ്. അതുകൊണ്ട് തന്നെ അത് റിപ്പയർ ചെയ്യാനും എളുപ്പമാണ്, മെക്കാനിക്കിനെ കിട്ടാനും എളുപ്പമാണ്. മേജർ റിപ്പയർ വന്നാൽ ചിലവ് താരതമ്യേന കുറവായിരിക്കും. പക്ഷെ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ ഇലക്ട്രോണിക്സ്, സെൻസേഴ്സ്, ഹൈഡ്രോളിക് സിസ്റ്റംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് മേജർ റിപ്പയർ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ കിട്ടാൻ പോകുന്ന ബില്ല് വളരെ വലുതായിരിക്കും. ഇതെല്ലാ കാറുകൾക്കും സംഭവിക്കൊന്നുമില്ല, പക്ഷെ സംഭവിച്ചാൽ ചിലവ് നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് ലോങ് ടേം ഓണർഷിപ്പ് മാത്രം നോക്കുന്ന ആളുകൾ മാനുവൽ കൺസിഡർ ചെയ്യാം. ഇനി നമുക്ക് ബിഗിനേഴ്സിന് ഏതാണ് ബെസ്റ്റ് നോക്കാം. അതായത് ആദ്യമായി ഡ്രൈവിംഗ് പഠിക്കുന്നവർക്കൊക്കെ പുതിയ ഡ്രൈവേഴ്സിന് ഏറ്റവും വലിയ പേടി എന്താ? കാർ ഓഫ് ആവോ, ട്രാഫിക്കിൽ പാനിക് ആവോ, അല്ലെങ്കിൽ ഒരു കുന്ന് കയറുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ, മുന്നിലെ വാഹനം നിർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതൊക്കെയാണ്. ഓട്ടോമാറ്റിക്കിൽ ഈ ഒരു പ്രശ്നം മിക്കവാറും വരാറില്ല. ക്ലച്ച് ഇല്ല, ഗിയറിന് ടെൻഷൻ ഇല്ല, ഡ്രൈവിംഗ് പഠിക്കുന്നത് വളരെ ഈസി ആയിരിക്കും. സോ കോൺഫിഡൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഫസ്റ്റ് ടൈം ഡ്രൈവേഴ്സിന് ഓട്ടോമാറ്റിക് വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ നോക്കാം. നിങ്ങൾക്ക് മാത്രമാണോ ആ വണ്ടി വീട്ടിലുള്ള മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഭാര്യ ചിലപ്പോൾ ഉപയോഗിച്ചേക്കാം, അച്ഛൻ ഉപയോഗിച്ചേക്കാം, മക്കൾ ഫ്യൂച്ചറിൽ ഉപയോഗിച്ചേക്കാം. സോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഓട്ടോമാറ്റിക് ആയിരിക്കും കൂടുതൽ കൺവീനിയന്റ് ആയി വരുന്നത്. കാരണം അവിടെ വലിയ എഫേർട്ട് എടുക്കാതെ തന്നെ എല്ലാവർക്കും ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ഫാമിലി വെഹിക്കിൾ ആയിട്ട് ഉപയോഗിക്കാനാണ് നിങ്ങൾ കാർ വാങ്ങുന്നത്, അങ്ങനെ ഒരു പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കിന് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കൂടെ ഉണ്ട്. നമ്മൾ കാർ വാങ്ങാൻ 8 ലക്ഷം, 10 ലക്ഷം, 15 ലക്ഷം വരെയൊക്കെ സ്പെൻഡ് ചെയ്യും. കാറിന് ഇൻഷുറൻസ് എടുക്കുകയും ചെയ്യും. പക്ഷേ നമുക്കൊരു അൺഎക്സ്പെക്ടഡ് മെഡിക്കൽ എമർജൻസി വന്നാലോ, ഒരു ആക്സിഡന്റ്, ഒരു സർജറി, ഒരു ഹോസ്പിറ്റലൈസേഷൻ, ഇതിൽ പലപ്പോഴും കാറിന്റെ EMI-ക്കാളും വലിയൊരു ബില്ലായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അതുകൊണ്ട് കാർ ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്നത് പോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും എടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജീവിതത്തിൽ. ഇവിടെയാണ് നമ്മൾ ഡിറ്റോ ഇൻഷുറൻസിനെ പറ്റി നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം ഇവിടെ സ്പാം കോൾസ് ഇല്ല, അതുപോലെ തന്നെ നന്നായി നിങ്ങൾക്ക് പോളിസീസ് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഹെൽത്ത് ഇൻഷുറൻസ് ആണോ ടേം ഇൻഷുറൻസ് ആണോ ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ എന്ന് മനസ്സിലാക്കാൻ അവർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഉള്ളവർ ഒരിക്കലെങ്കിലും ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യണം. സോ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരാണ് മാനുവൽ കാർ വാങ്ങേണ്ടത്, ആരാണ് ഓട്ടോമാറ്റിക് കാർ വാങ്ങേണ്ടത്? ഡ്രൈവിംഗ് ത്രില്ല് വേണോ? ഹൈവേയിൽ യൂസേജ് കൂടുതലാണോ? മെയിൻ്റനൻസ് ചെലവ് കുറയ്ക്കണോ? ലോങ് ടേം ഓണർഷിപ്പ് ആണോ? ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മാനുവൽ എപ്പോഴും ഒരു ഫെന്റാസ്റ്റിക് ചോയ്സ് ആണ്. പക്ഷേ ഡെയിലി ട്രാഫിക്കിൽ പോകണോ? കംഫർട്ടാണോ നിങ്ങളുടെ പ്രയോറിറ്റി? ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണോ? കൂടാതെ ഫാമിലി യൂസേജ് ഉള്ളതാണോ? ഈസി ഡ്രൈവിംഗ് ആണോ നിങ്ങൾക്ക് വേണ്ടത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക് ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യണം. സോ മാനുവൽ ഓട്ടോമാറ്റിക് തമ്മിലൊരു പോരാട്ടത്തിൽ ഇതുവരെ വിന്നർ ഒന്നുമില്ല. കാരണം രണ്ടും വ്യത്യസ്ത ആവശ്യങ്ങൾക്കുള്ളതാണ്. സിറ്റി യൂസേജ് പ്ലസ് കംഫർട്ട് ആണ് ഓട്ടോമാറ്റിക്. അതുപോലെ തന്നെ ബഡ്ജറ്റ് പ്ലസ് ഡ്രൈവിംഗ് ഫീൽ പ്ലസ് ലോ മെയിൻ്റനൻസ് ആണ് മാനുവൽ കാർ. സോ ഇപ്പൊ നിങ്ങൾ ഏത് കാറാണോ ഉപയോഗിക്കുന്നത്? മാനുവൽ ആണോ ഓട്ടോമാറ്റിക് ആണോ? നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടെ നിങ്ങൾ കമന്റ്സ് ആയിട്ടൊന്ന് ഷെയർ ചെയ്യാം. കൂടാതെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ബോസ്വാല ഡെയിലി മലയാളം യൂട്യൂബ് ചാനൽ ആൻഡ് ഐ വിൽ സീ യു ഓൾ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. Bosswala. Be the boss.